കൊച്ചിയിലേക്കൊന്ന് വരാം. കൊച്ചിയിൽ നടക്കുന്ന കേരയിൽ ചർച്ചയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ പ്രതിഷേധ സംഘവുമായി കേരയിൽ വിരുദ്ധ സമിതി. വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നിപ്പോൾ ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കാട്ടിലപ്പീടികയിൽ പ്രതിഷേധ സംഘവുമായി കേരയിൽ വിരുദ്ധ സമരസമിതി എത്തിയിരിക്കുന്നത്. എന്താണ് ഈ വിരുദ്ധ സമരസമിതി പറയുന്നത്? ഒരു കാരണവശാലും കേരയിലുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആ പദ്ധതിയിൽ പലതും എടുത്തു മാറ്റും. ആ സിൽവർ ലൈനിൻ്റെ അല്ലെങ്കിൽ കേരളിൻ്റെ പഴയ രൂപമോ പഴയ ഘടനയോ ഒന്നും ആയിരിക്കില്ല എന്ന് പറയുന്നത് ഈ കേരയിൽ വിരുദ്ധ സമരസമിതി അംഗീകരിക്കുമോ സിനോജ്? അരുൺകുമാർ, അതായത് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ ആദ്യം സമരം തുടങ്ങിയ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പീടിക. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കം നടന്നാലും ഇവിടെ ആളുകൾ സംഗമിച്ച് പ്രതിഷേധിക്കാറുണ്ട്. കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി എത്തി അനുകൂല നിലപാട് പറഞ്ഞപ്പോഴും ഇവിടെ ആളുകൾ കൂടിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന യോഗം, കേരളയിലും ഇന്ത്യൻ റെയിൽവേയും തമ്മിലുള്ള യോഗം, ആ യോഗത്തിനെതിരെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമരസമിതി പ്രതിഷേധിക്കുന്നത്. അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കാം. അവരുടെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന DPRൽ അത് പുതുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കും. അങ്ങനെയാണ് ചർച്ച നടക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പദ്ധതി അംഗീകരിക്കുമോ? ഈ പദ്ധതി കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു ദുരന്ത പദ്ധതിയാണ്. അത് DPR മാറുന്നത് കൊണ്ട് മാത്രം ആ ദുരന്തത്തെ വകഞ്ഞു മാറ്റാൻ കഴിയാത്ത വിധം കേരളീയ ജനകീയ ബോധം അതിനെതിരായി മാറിക്കഴിഞ്ഞു. ഈ പാരിസ്ഥിതിക സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റിയാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണോ? അവിടെയാണ് പ്രശ്നം. കേന്ദ്രമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. പാരിസ്ഥിതിക വിഷയങ്ങൾ മാറ്റിയാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ലാൻഡിലൂടെ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ, ഈ കേരളയിൽ പാരിസ്ഥിതിക സംവിധാനത്തെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പാരിസ്ഥിതിക തകരാറില്ലാതെ, തകർച്ചയില്ലാതെ ഈ കേരളയിൽ സംവിധാനം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ. ഇന്ത്യൻ റെയിൽവേയോട് ചേർന്ന് ഇന്ത്യൻ റെയിൽവേക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളയിൽ വന്നു കഴിഞ്ഞാലോ? ഇന്ത്യൻ റെയിൽവേ ഓൾറെഡി അതിൻ്റെ 3rd and 4th ട്രാക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടൊരു കാര്യമാണ്, റെയിൽവേൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇപ്പോഴും റെയിൽവേയുടേതായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഇന്ത്യൻ റെയിൽവേയുടെ 3rd and 4th ട്രാക്കിൽ ഒന്ന് സ്പീഡ് ട്രെയിനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പോംവഴി. അത് അവിടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ സെറ്റിൽഡാണ്, ഓൾറെഡി അവിടെ റെയിൽവേ ബോർഡിൻ്റെ സ്ഥലമാണ്. അവിടെ അത്രയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഓൾറെഡി ഒരു പാത കടന്നു പോകുന്ന സ്ഥലമാണ്. മാത്രമല്ല ഈ ഇന്ത്യൻ റെയിൽവേ തന്നെ അതിൻ്റെ നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വന്ദേ ഭാരത് പോലെ ഇപ്പോൾ 130 ഓടുന്ന ട്രെയിൻ, ഇനി ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ അത് 160 സ്പീഡിലാണ്. ഇവിടെ വിഭാവനം ചെയ്യുന്ന കേരയിൽ എന്ന് പറയുന്നത് 200 കിലോമീറ്റർ സ്പീഡാണ് വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഞങ്ങൾ ഈ പറയുന്ന ഈ 3rd and 4th ട്രാക്കിൽ ഒന്നിൽ സ്പീഡ് ട്രെയിൻ ഓടിക്കാവുന്ന സാധ്യതകളുണ്ടാകും. ഏതായാലും പ്രതിഷേധമായി മുന്നോട്ട് പോകും നിങ്ങൾ? പ്രതിഷേധമായിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ സമരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 2020 ഒക്ടോബർ 2 ഈ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. കാട്ടിലപ്പീടികയിൽ അതിനു മുമ്പ് തന്നെ 2020 ജൂണിലാണ് ഈ സമരം ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജനകീയ സമരം ഈ വിഷയത്തിൽ കാട്ടിലപ്പീടികയിലാണ് തുടങ്ങുന്നത്. ഇത് ഞങ്ങൾ സമരത്തിൻ്റെ മാതാവ്, എല്ലാ ഈ ദുരന്ത വികസന പദ്ധതികൾക്കെതിരെയുള്ള സമരത്തിൻ്റെ മാതാവായിട്ട് ഞങ്ങൾ ഈ കാട്ടിലപ്പീടിക സമരത്തെ കാണുന്നു. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഉജ്ജ്വലമായ മുന്നേറ്റം തുടർന്ന് സമരപ്രവർത്തകർ തീർച്ചയായിട്ടും സമരമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കേരളയിൽ പദ്ധതി അംഗീകരിക്കില്ല. ഇന്ത്യൻ റെയിൽവേയുടെ 3ാമത്തെ 4ാമത്തെ ട്രാക്ക് അത് അതിവേഗ റെയിൽവേ കൊണ്ട് ഉപയോഗിക്കാമെന്നാണ് സമരസമിതി അറിയിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ. സിനോജ്, ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, കേരളയിൽ ഇതേ രൂപത്തിൽ ഒരുപാട് പേരെ ഭവനരഹിതരാക്കും, പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. അതിൽ ആ കൺസേൺ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടണം. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ കണ്ണടച്ച് ഒരു പദ്ധതി എതിർക്കുന്നതിനോട് നമുക്ക് ആർക്കും യോജിക്കാനും കഴിയില്ല. കാരണം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് RCCയിലേക്ക് വരുന്നവർ, അതല്ലെങ്കിൽ മറ്റ് ആശുപത്രി സേവനങ്ങളിലേക്കൊക്കെ വരുന്നവർ രാത്രിയിൽ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് അറിയണം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വടക്കോട്ടും വടക്കുന്ന് തെക്കോട്ടും ഒക്കെ പോകുന്ന ആൾക്കാർ തീവണ്ടികളിൽ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെയൊക്കെ ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടതെന്ന് ചോദിച്ച ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പോകണം. ഇന്നലെ നമ്മൾ 2-3 മണിക്കൂർ വന്ദേ ഭാരത് ഒന്ന് പിടിച്ചിട്ടപ്പോൾ നമ്മൾ കണ്ടതാണ് എത്രമാത്രം അസ്വസ്ഥതയുണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല വേഗതയുള്ള തീവണ്ടികൾ വരണം. നമ്മുടെ നാടിന് കുറച്ചുകൂടി വികസനം വേണം. അതേസമയം തന്നെ ഇത് പരിസ്ഥിതി സൗഹൃദവും ഒരുപാട്
ഒരുപാട് പേരെ ഭവനരഹിതരാക്കാതെ ഏറ്റവും മിനിമം ആളുകളെ മാത്രം ഒഴിപ്പിക്കുകയും അവർക്ക് മാന്യമായ കോമ്പൻസേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതി നമുക്ക് വേണം. റെയിൽവേക്ക് വേഗത കൂടണം, ആളുകളുടെ സഞ്ചാരത്തിന് വേഗത കൂടണം. ഇതൊക്കെ നമ്മളുടെ രാജ്യം ആവശ്യപ്പെടുന്നതാണ്, നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്നതാണ് എന്ന കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വികസന പദ്ധതിയെ കണ്ണടച്ചിരുട്ടാക്കരുത്. മാറ്റങ്ങൾ വരട്ടെ, ആ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാവട്ടെ, പരിസ്ഥിതി അനുകൂലം കൂടിയാവട്ടെ.